സിറിയക്കാർക്കായി മൂന്നാമത്തെ അഭയാർത്ഥി ക്യാമ്പാണ് ജോർദാനിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. 1,30,000 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ക്യാമ്പിൽ 50,000 പേർക്കുള്ള സംവിധാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 437 പേരാണ് ഇന്നലെ തുറന്ന ക്യാമ്പിൽ ഇപ്പോൾ അഭയാർത്ഥികളായി ഉള്ളത്. 2 സ്കൂളുകളും ഒരു ആശുപത്രിയും ക്യാമ്പിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 6 ലക്ഷത്തോളം സിറിയക്കാരാണ് ജോർദാനിൽ അഭയാർത്ഥികളായി കഴിയുന്നത്. ജോർദാനിലെ സാത്രി ക്യാമ്പിൽ മാത്രം 1.5 ലക്ഷത്തോളം ആളുകളുണ്ട്. ശരാശരി 600 സിറിയക്കാർ ദിവസവും അഭയാർത്ഥികളായി ജോർദാനിലെത്തുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയുടെ കണക്ക്. 45 മില്യൺ ജോർദാനിയൻ ദിനാർ ചെലവിട്ടാണ് പുതിയ ക്യാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തേക്കുള്ള സിറിയൻ അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ജോർദാൻ നേരിടുന്നത്. അഭയാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുന്നതിന് ആവശ്യമായി വരുന്നതിന്റെ 100-ൽ 1 ഭാഗം മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ ജോർദാന് സഹായമായി ലഭിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുമ്പോഴും സിറിയൻ അഭയാർത്ഥികളെ കൂടുതലായി പാർപ്പിച്ചിരിക്കുന്നത് ജോർദാനാണ്. ലെബനോൻ, തുർക്കി, ഇറാഖ് എന്നിവിടങ്ങളാണ് സിറിയക്കാർ അഭയം തേടിയെത്തുന്ന മറ്റ് പ്രധാന രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.